ബാക്കി രണ്ടാമത്തെ നമുക്ക് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു സ്ക്വയർ ഡിറൈവ് ചെയ്യണം. ക്ലിയർ? ബാക്കി നോക്ക്. എന്താണ് ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്? ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണല്ലേ. അപ്പൊ നമുക്ക് എസിന്റെ ഇക്വേഷൻ ആണ് വേണ്ടേ, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് വേണ്ടത്, റൈറ്റ്? അപ്പോ ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് എന്താണ്? നമുക്കറിയാം അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, എസ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആണ്, എസ് ആണ്. അപ്പൊ ഞാൻ ഈ ഗ്രാഫിന്റെ അടിയിലേക്കുള്ള ഏരിയ കാണാൻ പോവാം. ഈ ഗ്രാഫിന്റെ അടിയിലേക്കുള്ള ഏരിയ കാണാൻ പോവാം. ആ ഏരിയ എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ഏരിയ ആണ്. കണ്ടല്ലോ, ഈ കംപ്ലീറ്റ് ഏരിയ ഒരു കോർഡിനേറ്റിലാണ് കംപ്ലീറ്റ് ഏരിയ. ആ ഏരിയ എന്ന് പറയുന്നത് ഈ താഴെയുള്ള റെക്ടാംഗിൾ പ്ലസ് ആ മുകളിലുള്ള ട്രയാംഗിൾ അല്ലേ? ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഈ കംപ്ലീറ്റ് ഏരിയ വേണം, കംപ്ലീറ്റ് ഏരിയ വേണം. ആ ഏരിയ എന്ന് പറയുന്നത് രണ്ട് പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാൻ പാടില്ലേ? എന്തൊക്കെ കിട്ടും? ഒന്ന് റെക്ടാംഗിൾ കിട്ടും, പ്ലസ് അതിന്റെ മുകളിൽ ട്രയാംഗിൾ കിട്ടും. ക്ലിയർ? ഞാൻ നെയിം ചെയ്യാൻ വേണമെങ്കിൽ ഒ എ ബി സി ഡി. ഓക്കെ, അപ്പോ ഏരിയ കാണാൻ പോവാണ്. ഡിസ്പ്ലേസ്മെന്റ് ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഏരിയ ആദ്യം റെക്ടാംഗിൾ ഏരിയ, റെക്ടാംഗിൾ ഒ എ ബി ഡി, ഒ എ ബി ഡി പ്ലസ് ഏരിയ ഓഫ് അല്ലെ, ഏരിയ ഓഫ് റെക്ടാംഗിൾ ഒ എ ബി ഡി പ്ലസ് ട്രയാംഗിൾ ഏരിയ ഓഫ് ആരാണ്? ഏരിയ ഓഫ് ട്രയാംഗിൾ ആരാണ്? ഡി ബി സി, ഡി ബി സി, ട്രയാംഗിൾ ഡി ബി സി. അപ്പോ ഈ ട്രയാംഗിളിന്റെയും ഈ റെക്ടാംഗിളിന്റെയും ഏരിയ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. അതായത് വി ടി ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ കിട്ടും. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കോളും. ക്ലിയർ? അപ്പൊ നമ്മൾ ഏരിയ കാണാൻ പോവാണ്. എസ് ഈസ് ഈക്വൽ റെക്ടാംഗിൾ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാ? 0 മുതൽ ടി വരെ. സോ ടി മൈനസ് 0 ടി എന്ന് പറയും. ഇൻറ്റു ഹൈറ്റ് എത്രയാ? ഹൈറ്റ് ഇത് മുതൽ ഇത് വരെ. ഇതല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്? 0 മുതൽ യു വരെ. അപ്പൊ യു മൈനസ് 0 അല്ലെ? യു മൈനസ് 0 എത്രയാ? യു. അപ്പോ റെക്ടാംഗിൾ ഏരിയ കഴിയും. പ്ലസ് ട്രയാംഗിൾ ഏരിയ ഹാഫ് ബി എച്ച് ആണ് ട്രയാംഗിൾ ഏരിയ. അപ്പൊ ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് ഇതാണ് ബേസ്. ബേസ് ആരാ? ഇവിടുന്ന് ഇവിടം വരെയാണ്. അഗൈൻ എന്ത് തന്നെയാണ്? ടി തന്നെയാണ് അല്ലെ? അപ്പൊ 0 മുതൽ ടി വരെ ടി മൈനസ് 0 വിച്ച് ഈസ് ടി ഇൻറ്റു ബി ഐ. ഹൈറ്റ് വേണം അല്ലെ? ഹൈറ്റ് വേണം. ഇതല്ലേ ഹൈറ്റ്? ആ ട്രയാംഗിളിന്റെ മാത്രം ഹൈറ്റ് നോക്കിയാൽ മതി. എത്രയാ ട്രയാംഗിളിന്റെ ഹൈറ്റ്? ബി മൈനസ് യു അല്ലെ? ബി മൈനസ് ട്രയാംഗിളിന്റെ ഹൈറ്റ് ബി മൈനസ് യു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ടോട്ടൽ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ആ ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടി രണ്ട് പാർട്ടായിട്ട് മുറിച്ചു. റെക്ടാംഗിൾ പ്ലസ് ട്രയാംഗിൾ. റെക്ടാംഗിൾ ഏരിയ ടി ഇൻറ്റു യു, ട്രയാംഗിൾ ഏരിയ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ബി മൈനസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ബി മൈനസ് യു ഇക്വൽ ടു 80 ആണ് അല്ലെ? ബി മൈനസ് യു ഇക്വൽ എന്താണ്? 80 ആണ്. അപ്പൊ ഞാൻ എഴുതാണ് ഇവിടെ ബി മൈനസ് യു ഈക്വൽ ടു 80 ആണ് നമുക്കറിയാം അല്ലെ? അപ്പൊ എന്താ ചെയ്യാൻ പോണേ? ഞാൻ ഇവിടെ ബി മൈനസ് യു ഉണ്ടല്ലോ, അതിനെ റീപ്ലേസ് ചെയ്യാം. അതിനെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ എന്താ പറയാ? എസ് ഈക്വൽ ടു ടി ഇൻറ്റു യു മാറ്റി ഞാൻ യു ടി എന്താണ്? കുഴപ്പമുണ്ടോ? ടി ഇൻറ്റു യു യു ടി തന്നെയാണ്. പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എന്താണ്? ബി മൈനസ് യു. ബി മൈനസ് യു 80 ആണ്. അപ്പോ ബി മൈനസ് യു വരെ എന്ത് വരും? 80 വരും. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി ഇൻറ്റു ടി, ടി സ്ക്വയർ. ഇക്വേഷൻ ആയി. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷൻ ആയി. എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കാണാൻ വേണ്ടി എന്ത് ചെയ്തു? നമ്മള് വി ടി ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? രണ്ടായിട്ട് മുറിച്ച് കണ്ടുപിടിച്ചു. റെക്ടാംഗിൾ പ്ലസ് ട്രയാംഗിൾ. ഓക്കെ അല്ലേ? അതിൽ എന്തിനെ റീപ്ലേസ് ചെയ്തു? ഇടയ്ക്ക് ഒരു വി മൈനസ് വന്നായിരുന്നു. ആ വി മൈനസിനെ നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോ ഒരു വി മൈനസ് കിട്ടിയിട്ടുണ്ട്. എന്താണ് കിട്ടിയത്? 80 എന്ന് കിട്ടിയായിരുന്നു. പകരം 80 കൊണ്ടേ കൊടുത്തു. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി പാർട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a സ്ക്വയർ. അത് ചെയ്യാലോ? ഒന്ന് ക്ലിയർ ചെയ്യാം ആദ്യം. ഓക്കെ, വരച്ച ഗ്രാഫ് തന്നെയാണ്. നമുക്ക് ആ ട്രയാംഗിളിന്റെ ഹൈറ്റ് അറിയാം. അത് ബി മൈനസ് യു ആണ്.
ടൈം എത്രയാണ്? ടൈം ടി ആണ്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇനി ഡിറൈവ് എന്താ? v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2s ആണ്. അപ്പൊ അതിന് മുമ്പ് ഇടയ്ക്കൊരു ഇക്വേഷൻ കിട്ടിയായിരുന്നു. എന്താണ് കിട്ടിയത്? v മൈനസ് u ഈക്വൽ ടു 18 കിട്ടിയായിരുന്നു. അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇതെനിക്ക് ആവശ്യമുണ്ട്, പിന്നെ ആവശ്യമുണ്ട്. അപ്പൊ നോക്കാം. എഗെയിൻ നമ്മൾ കാണാൻ പോകുന്ന ഏരിയ ആണ്. എഗെയിൻ നമ്മൾ കാണാൻ പോകുന്ന ഏരിയ തന്നെയാണ്. വി ടി ഗ്രാഫിന്റെ ഇടയിലുള്ള ഏരിയ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആണ്, എസ് ആണ്. എഗെയിൻ ഇതിന്റെ ഏരിയ ആണ് കാണാൻ പോകുന്നത്. ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ രണ്ടായിട്ട് കാണുന്നതിന് പകരം ഒറ്റ ഏരിയ കാണാണ്. നോക്കി, നിങ്ങൾ ഇങ്ങനെ നോക്കി. ഇതൊരു ട്രപ്പീസിയല്ലേ നോക്കി. ഇതൊരു ട്രപ്പീസിയല്ലേ നോക്കി അല്ലെ? ട്രപ്പീസിയല്ലേ നോക്കി അല്ലെ? ഇത് രണ്ടും പാരലൽ സൈഡ് അല്ലെ? രണ്ട് പാരലൽ സൈഡിന്റെ ഓപ്പോസിറ്റ്സ് പാരലൽ ആണ്. അപ്പൊ എന്താണ്? ട്രപ്പീസിയാണ്. ഈ ട്രപ്പീസിന്റെ ഏരിയ കാണുന്നത് എങ്ങനെയാ? ഹാഫ് a plus b into h. Half into sum of parallel sides into height. Half into sum of parallel sides into height. എന്ത് കാണാൻ പറ്റും? ഏരിയ ഓഫ് ട്രപ്പീസിയം കാണാൻ പറ്റും. എനിക്ക് വേണ്ടത് ഈ ഗ്രാഫിന്റെ അടിയിലേക്കുള്ള ഈ കംപ്ലീറ്റ് ഏരിയ ആണ്. അത് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് ട്രപ്പീസിയം കിട്ടും. ഇത് രണ്ടും പാരലൽ ആണ് അല്ലെ? ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെ ഒരു ട്രപ്പീസിയം കിട്ടും. കിട്ടുമല്ലോ? ഇത് രണ്ടും പാരലൽ സൈഡ്സ് ആണ്, വെർട്ടിക്കൽ ആണ്, പാരലൽ സൈഡ്സ് ആണ്. റൈറ്റ്? എഗെയിൻ നെയിം കൊടുക്കുകയാണ് 0 a b c d എന്നായിരുന്നു അല്ലെ? അപ്പോ എന്താണ് എനിക്ക് വേണ്ട? ഏരിയ ആണ് വേണ്ടേ. ട്രപ്പീസ് നോക്കി ഫുൾ ആയിട്ട് ട്രപ്പീസിയം കിട്ടും. അപ്പോ എന്താ വേണ്ടേ? ഏരിയ വേണം. ഏരിയ ഓഫ് എന്താണ്? ട്രപ്പീസിയം. ഏരിയ ഓഫ് ട്രപ്പീസിയം ആരാ? OACD. OACD. ക്ലിയർ? ട്രപ്പീസിയം ഏരിയ ഇക്വേഷൻ എന്താണ്? half a plus b into h. half a plus b into h. half a plus b into h. a ഉം b എന്താ? പാരലൽ സൈഡ്സ് ആണ്. h എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ആണ്. ക്ലിയർ? അപ്പോ അഗൈൻ നമ്മൾ കാണാൻ പോവാണ് ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഹാഫ് ഇൻടു സം ഓഫ് പാരലൽ സൈഡ്സ്. അപ്പൊ ആരൊക്കെ പാരലൽ? ഇത് രണ്ടുമാണ് പാരലൽ അല്ലെ? ഇത് രണ്ടുമാണ് പാരലൽ. ഇത് രണ്ടും വെർട്ടിക്കൽ ആണ്, സോ പാരലൽ ആണ്. അപ്പോ ഇത് രണ്ടിന്റെ ലെങ്ത്തിന്റെ സം ആണ് a പ്ലസ് ബി എന്ന് പറയുന്നത്. അപ്പോ ഇത് എത്രയാ? ഹൈറ്റ് u അല്ലെ? ഹൈറ്റ് u അല്ലേ? സോ u പ്ലസ് ഇത് എത്രയാ? ഹൈറ്റ് ഇവിടെ ഇവിടെ വരെ വെലോസിറ്റി v അല്ലേ? ഓക്കെ, അപ്പോ u പ്ലസ് v ആണ്. സം ഓഫ് പാരലൽ സൈഡ്സ് കിട്ടി. ഇൻടു എന്താ? ഈ ഡിസ്റ്റൻസ് അല്ലെ? രണ്ട് പാരലൽ സൈഡ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അതെന്താ? ടൈം t അല്ലേ? ഇത് രണ്ടുമാണ് പാരലൽ സൈഡ്സ്. അതിന്റെ ലെങ്ത്തിന്റെ സം u പ്ലസ് v. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് എത്രയാ? t ആണ്. അപ്പൊ ഇൻടു t എന്ന് വരും. ഓക്കെ, ഞാൻ ആ t യെ റീപ്ലേസ് ചെയ്യണം. എവിടുന്ന? നമുക്കറിയാം v മൈനസ് u ഈക്വൽ ടു a ഇൻടു t ആണ്. അപ്പൊ നമുക്ക് t യെ റീപ്ലേസ് ചെയ്യണം അല്ലെ? ഇവിടെ ഒരു ഹാഫ് ഇൻടു u പ്ലസ് v ഇൻടു t എന്നാണ് കിട്ടിയേക്കണേ. ആ t എന്ത് ചെയ്യണം? നീ റീപ്ലേസ് ചെയ്യണം. നമുക്കറിയാം v മൈനസ് u ഈക്വൽ ടു 80 ആണ് അല്ലെ? മുമ്പത്തെ എന്ത് കിട്ടിയതാണ്? v മൈനസ് u ഈക്വൽ ടു 80 ആണ്. അപ്പൊ t എന്താ വരിക? v മൈനസ് u ഈക്വൽ ടു 80 ആണ്. സോ t ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ എന്ന് കിട്ടും. റൈറ്റ്? അപ്പൊ ഞാൻ ആ t എന്ത് ചെയ്യാണ്? ഇവിടെ റീപ്ലേസ് ചെയ്യാം. എന്താ വരിക? s ഈക്വൽ ടു ഹാഫ് ഇൻടു u പ്ലസ് v ഇൻടു t ക്ക് പകരം v മൈനസ് u ബൈ a. കുഴപ്പമുണ്ടോ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, v പ്ലസ് u ഇൻടു v മൈനസ് u അല്ലെ? v പ്ലസ് u ഇൻടു v മൈനസ് u ഏത് ഫോമിലാണ്? a പ്ലസ് b ഇൻടു a മൈനസ് b ഫോമിലാണ്. എന്താണ് a പ്ലസ് b ഇൻടു a മൈനസ് b? a സ്ക്വയർ മൈനസ് b സ്ക്വയർ. റൈറ്റ്? സോ s ഈക്വൽ ടു ഹാഫ് ഇൻടു v പ്ലസ് u ഇൻടു v മൈനസ് u. മാറിപ്പോയത് u പ്ലസ് എന്ന് പറഞ്ഞാൽ അവിടെ u മൈനസ് എന്നല്ല, v മൈനസ് എന്നാണ്. അപ്പൊ നമ്മൾ v പ്ലസ് എന്ന് പറയാ. v പ്ലസ് u ഇൻടു v മൈനസ് u എന്താണ്? v സ്ക്വയർ മൈനസ് u സ്ക്വയർ. v സ്ക്വയർ മൈനസ് u സ്ക്വയർ. a സ്ക്വയർ മൈനസ് b സ്ക്വയർ പോലെ v സ്ക്വയർ മൈനസ് u സ്ക്വയർ. താഴെ എന്തൊക്കെയുണ്ട്? താഴെ ഒരു a കൂടെ ഉണ്ട്. റൈറ്റ്? ആ 2a ഇപ്പുറം കൊണ്ടുപോവാണ്. എന്താ വരിക? 2as is equal to v സ്ക്വയർ മൈനസ് u സ്ക്വയർ. ആ u സ്ക്വയറിനെ ഇപ്പുറം കൊണ്ടുവന്നു. അപ്പൊ എന്താ വരിക? v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as. ഇക്വേഷൻ ആയില്ലേ? v സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as. അപ്പൊ നമ്മുടെ തേർഡ് ഇക്വേഷനും ഡെറിവ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെറിവ് പഠിക്കണം. എല്ലാത്തിനും നമ്മൾ ഒരേ ഗ്രാഫാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റിന്റെ കൂടെ എല്ലാം ചേർത്തങ്ങ് പറഞ്ഞത്. ക്ലിയർ? അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? v is equal to u plus 80. നമ്മൾ വായിക്കുന്ന vt ഗ്രാഫ് ആണ്. അതിന്റെ സ്ലോപ്പ് ആണ് ആക്സലേഷൻ. ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v ആണ്. അപ്പൊ ഹൈറ്റ് v മൈനസ് u, ബേസ് t. സ്ലോപ്പ് കാണാൻ നേരത്ത് ഹൈറ്റ് ബൈ ബേസ്. അപ്പൊ a equal to v മൈനസ് u ബൈ t എന്ന് കിട്ടും. ആക്സലേഷൻ v is equal to u plus 80 എന്ന് കിട്ടും. റൈറ്റ്?
എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഐ ടി സ്ക്വയർ കിട്ടാൻ വേണ്ടി എസ് ആണ് വേണ്ടേ, ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടേ, ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ആ ടോട്ടൽ ഏരിയനെ രണ്ടായിട്ട് മുറിച്ചു. എന്താ കിട്ടിയേ, റെക്ടാംഗിൾ കിട്ടി, ട്രയാംഗിൾ കിട്ടി. റെക്ടാംഗിളിന്റെ ഏരിയ പ്ലസ് ട്രയാംഗിളിന്റെ ഏരിയ. ആ ചെയ്യുന്ന സമയത്ത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഐ ടി സ്ക്വയർ കിട്ടും. ദെൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് കിട്ടാൻ അതിലും ഒരു എസ് ഉണ്ടല്ലോ. എസ് എന്താണ്, ഏരിയ ആണ്. പക്ഷെ എന്താ ചെയ്തേ, നമ്മൾ മുറിച്ചില്ല, പകരം ട്രപ്പീസിയമായിട്ട് എടുത്തിട്ട് ഏരിയ കണ്ടുപിടിച്ചു. ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ്. അത് വെച്ച് കണ്ടുപിടിച്ചു. റീപ്ലേസ് ചെയ്തിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇക്വേഷൻ കിട്ടും വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ്. എല്ലാവരും ചെയ്ത് പഠിക്കണം, മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Acceleration is defined as the rate of change of velocity. Is it possible for a body to have acceleration without velocity? Explain. Velocity ഇല്ലാതെ acceleration കിട്ടുമോ? പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ബോഡി മേളിലേക്ക് എറിയുന്ന സമയത്ത് ഹൈയസ്റ്റ് പോയിന്റിൽ എത്രയാണ് വെലോസിറ്റി? 0. പക്ഷെ എത്ര ആക്സിലറേഷൻ? G ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ വെലോസിറ്റി ഇല്ല ഹൈയസ്റ്റ് പോയിന്റിൽ, പക്ഷെ ആക്സിലറേഷൻ ഉണ്ട്. Draw the velocity time graph of a body moving with the uniform velocity acceleration A and initial velocity V0. അല്ലേ? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. എന്ത് ബോഡിയാണ്? യൂണിഫോം ആക്സിലറേഷൻ ഉള്ള ബോഡിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? V0 ആണ്. റൈറ്റ്? വരയ്ക്കാലോ. വി ടി ഗ്രാഫ് ആണ് വരയ്ക്കേണ്ടത് അല്ലെ? വി ടി ഗ്രാഫ് വരയ്ക്കണം. യൂണിഫോം ആക്സിലറേഷൻ ആണ്. എ കോൺസ്റ്റന്റ് ആണ്. വി ടി ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആക്സിലറേഷൻ. എ കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കണം, സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. എങ്ങനെ ഇനീഷ്യൽ വെലോസിറ്റി? U0. റെസ്റ്റ് അല്ല അല്ലെ? സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് അല്ല. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, V0 ആണ്. അപ്പൊ സ്റ്റാർട്ട് ഫ്രം V0 ആണ്, സ്ട്രൈറ്റ് ലൈൻ ആണ് V0. എ കോൺസ്റ്റന്റ് ആണ്. എ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇവിടെ യൂണിഫോം ആക്സിലറേഷൻ പറയുന്നുണ്ട്. സോ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ എ എന്തായിരിക്കണം? എ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ വി ടി ഗ്രാഫിലെ ലൈൻ എങ്ങനെ ആയിരിക്കണം? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? V0 ആണ്. സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ് അല്ല, V0 എന്നാണ്. മാറിപ്പോയത് ചാടി കയറി 0 എന്ന് വരയ്ക്കുന്നത്. ഓക്കെ. യൂസിംഗ് ദ എബോവ് ഗ്രാഫ് ഒബ്റ്റെയിൻ ദ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം t. S ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയർ ഡിറൈവ് ചെയ്യാൻ പറയുന്നത്. ഓൾറെഡി ചെയ്തു, ഞാൻ പറയുന്നില്ല. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൻ. XT ഗ്രാഫ് ആണ്, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. എസ്റ്റിമേറ്റ് ദ വെലോസിറ്റി ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവൽ t ഈക്വൽ ടു 2 സെക്കൻഡ് ടു t ഈക്വൽ ടു 3 സെക്കൻഡ്. 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി കാണാൻ പറയും. XT ഗ്രാഫിന് എങ്ങനെ വെലോസിറ്റി കാണാൻ പറ്റും? നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? വെലോസിറ്റിയാണ്. അപ്പൊ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ഏത് ഇന്റർവെല്ലിയാ? 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ. അപ്പൊ 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ ഗ്രാഫിന്റെ എന്ത് ചെയ്യാം? സ്ലോപ്പ് കണ്ടുപിടിക്കുക അല്ലെ? നോക്കുക എല്ലാവരും. ഇതാണ് 2 സെക്കൻഡ് അല്ലെ? ഇതാണ് 3 സെക്കൻഡ്. എന്താ ചെയ്യണ്ടേ? അവിടെ ഉള്ള സ്ലോപ്പ് കാണും. ഞാൻ ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ഓൾമോസ്റ്റ് സ്ട്രൈറ്റ് ലൈൻ തന്നെയാണല്ലേ? എന്താ ചെയ്യേണ്ടത്? ബാക്കി ഒരു ട്രയാംഗിൾ കംപ്ലീറ്റ് ചെയ്യാം. ബേസ് വരച്ചു, ഹൈറ്റ് വരച്ചു, ബേസ് വരച്ചു, ഹൈറ്റ് വരച്ചു. അപ്പൊ സ്ലോപ്പ് കാണുന്നത് എങ്ങനെയാ? ഒരു ട്രയാംഗിൾ വരയ്ക്കാം. 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയാണ് എന്ത് ചെയ്യാം? അവിടെ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. എങ്ങനെ സ്ലോപ്പ് കാണുന്നത്? ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x അല്ലെ? ഇവിടെ y ആരാ? പൊസിഷൻ ആണ്. അപ്പൊ ചേഞ്ച് ഇൻ പൊസിഷൻ വരുമ്പോൾ എക്സിൽ ആരാ? ടൈം ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ടൈം വരും. സ്ലോപ്പ് കിട്ടിയ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ക്ലിയർ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ നമുക്ക് വേണ്ടത് വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്താ? സ്ലോപ്പ് ഓഫ് XT ഗ്രാഫ് ആണ്. XT ഗ്രാഫ് ആണ്. അപ്പൊ സ്ലോപ്പ് കാണണം. നമുക്കറിയാം ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x ആണ്. ഇവിടെ y ആക്സിൽ ആരാണ്? പൊസിഷൻ ആണ്. അപ്പൊ ചേഞ്ച് ഇൻ പൊസിഷൻ ഡെൽറ്റ x. ഇവിടെ x ആരാ? ടൈം ആണ്. അപ്പൊ ചേഞ്ച് ഇൻ ടൈം. ഡെൽറ്റ x ബൈ ഡെൽറ്റ. ശ്രദ്ധിക്കാം, ചേഞ്ച് ഇൻ പൊസിഷൻ ഈ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. എങ്ങനെ ഹൈറ്റ് കാണാം? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. എത്ര ഫൈനൽ? 30. എത്ര ഇനീഷ്യൽ? 10. താഴെ വരെ പോകുന്നില്ല, നമുക്ക് ഇത്ര ഹൈറ്റ് കിട്ടിയാൽ മതി. അത്ര ഹൈറ്റ് കാണാൻ ഫൈനൽ 30 ആണ്, ഇനീഷ്യൽ എത്രയാ? 10 ആണ്. അപ്പൊ 30 മൈനസ് 10 വരും. 30 മൈനസ് 10. ഓക്കെ. അടുത്ത ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ ടി വേണം അല്ലെ? ഡെൽറ്റ ടി വേണം. ഇതേപോലെ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. എത്ര ഫൈനൽ? 3. ഇനീഷ്യലോ? 2. 3 മൈനസ് 2. 3 മൈനസ് 0 വേണ്ട, കാരണം ബേസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ലെങ്ത് മാത്രം കിട്ടിയാൽ മതി. എന്താ വരിക? 3 മൈനസ് 2 ആണ് വരിക. അതുപോലെ ഇതിന്റെ ഹൈറ്റ് മാത്രം കിട്ടിയാൽ മതി. എന്താ വരിക? 30 മൈനസ് 10 ആണ് വരിക. അപ്പൊ 30 മൈനസ് 10 ബൈ
3 minus 2. 3 minus 2. 3 minus 2. Okay. Now 30 minus എന്താ 20. 20 by 1. എന്ത് കിട്ടും? സ്ലോപ്പ് എന്താ? വെലോസിറ്റി ആണ്. 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്നോട് പറയണോ? നോക്കിക്കോ, നമുക്ക് എക്സ് ടി ഗ്രാഫ് അറിയാം, വെലോസിറ്റി വേണം. എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ്? വെലോസിറ്റി ആണ്. അപ്പൊ നമുക്ക് 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാ സ്ലോപ്പ് വേണം? ട്രയാങ്കിൾ വരയ്ക്കുക. അതിന് എങ്ങനെ സ്ലോപ്പ് വേണം? ഹൈറ്റ് ബൈ ബേസ്. എത്രയാ ഹൈറ്റ്? 30 മൈനസ് 10 20 ഹൈറ്റ്. എത്രയാ ബേസ്? ബേസ് 3 മൈനസ് 2 1 20 മൈനസ് 1 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി എന്ന് പറയും. ഓക്കെ, നൗ ബി പാർട്ട്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. ഡിസ്പ്ലേസ്മെന്റ് ടി ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ്. ഷോ ദാറ്റ് ഇറ്റ്സ് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിംഗ് വിത്ത് ടൈം. ഷോ ദാറ്റ് ഇറ്റ്സ് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിംഗ് വിത്ത് ടൈം. ചെയ്യാലോ? നോക്കാം നമുക്ക്. ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, എന്താ ഡിസ്പ്ലേസ്മെന്റ്? എക്സ് എടുക്കാം അല്ലെ, എക്സ്. ഡിസ്പ്ലേസ്മെന്റ് എക്സ് എങ്ങനെയാണ്? പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. എക്സ് പ്രൊപ്പോർഷണൽ ടി ക്യൂബ് ഈക്വൽ ടു ആക്കാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എക്സ് ഈക്വൽ ടു കെ ഇൻടു ടി ക്യൂബ്. നമുക്ക് എന്ത് വേണം? ഷോ ദാറ്റ് ഇറ്റ്സ് ആക്സലറേഷൻ ഈസ് ഇൻക്രീസിംഗ് വിത്ത് ടൈം. അപ്പൊ നമ്മൾ എയിലേക്ക് എത്തിക്കണം. എങ്ങനെ എത്തിക്കണ്ടേ? ആക്സലറേഷനിലേക്ക് എത്തിക്കണം. ക്ലിയർ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ളൂ. ഇതിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ടൈമിന്റെ സ്ലോപ്പ് ആണ് വെലോസിറ്റി. വെലോസിറ്റി ടൈമിന്റെ സ്ലോപ്പ് ആണ് എന്ത്? ആക്സലറേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ് വെലോസിറ്റി അല്ലെ. എന്താ വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ് വെലോസിറ്റി. അതായത് ഡി ബൈ ഡി ടി ഓഫ് എക്സ്. ഡി ബൈ ഡി ടി ആണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയും. അപ്പൊ ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി. വെലോസിറ്റി എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ്. ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി. അപ്പൊ നമ്മൾ ആദ്യം വെലോസിറ്റി കാണാൻ പോവാണ്. എന്താണ് വെലോസിറ്റി? ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പൊ എന്താ വരിക? ഡി ബൈ ഡി ടി ഓഫ് എക്സ് എന്താ? എക്സ് കെ ടി ക്യൂബ് ആണ്. കെ ടി ക്യൂബ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് കാണണം അല്ലെ, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ബേസിക് റൂൾസ് അറിയാൻ വിചാരിക്കണം. കോൺസ്റ്റന്റ് എന്താ ചെയ്യണ്ടേ? കോൺസ്റ്റന്റ് വെളിയിൽ കൊണ്ടുവരിക. ആദ്യം കെ കോൺസ്റ്റന്റ് ആണ്. കെ വെളിയിൽ വരുമ്പോ കെ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് എന്ന് വരും. അടുത്ത റൂള് എന്താ? റൂള് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എന്താ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എന്താണ്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് ചെയ്യാൻ പാടില്ലേ? എന്താ വരിക? കെ ഇൻറ്റു കെ ഉണ്ടല്ലോ, ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ്. അപ്പൊ ആദ്യം പവർ ഇൻറ്റു അല്ലെ, എൻ ഇൻറ്റു എൻ ഇൻറ്റു എക്സ് റേസ് ടു എന്നാണ്. അപ്പൊ എൻ ഇൻറ്റു അപ്പൊ ടി ക്യൂബ് ആകുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. പവർ ഒന്ന് കുറയ്ക്കണം അല്ലെ, പവർ ഒന്ന് കുറച്ചാൽ മതി. പവർ ഇൻറ്റു പവർ ഒന്ന് കുറച്ചത്. എക്സ് റേസ് ടു ആണെങ്കിൽ എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. പവർ ഇൻറ്റു പവർ ഒന്ന് കുറച്ചത്. അപ്പൊ 3 ഇൻറ്റു ടി റേസ് ടു പവർ ഒന്ന് കുറയ്ക്കുമ്പോൾ 3 മൈനസ് 1 എന്താ വരിക? 3k t സ്ക്വയർ. 3k t സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി. വെലോസിറ്റി കിട്ടിയല്ലോ. വെലോസിറ്റി എങ്ങനെ കിട്ടിയേ? ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് ആണ്. ഈക്വൽ ടു ആക്കാൻ വേണ്ടി കെ വെച്ച് കുടിച്ചു. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആയി. ആദ്യം വെലോസിറ്റി കാണണം. എന്താണ് വെലോസിറ്റി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ്. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി. എക്സിനെ റീപ്ലേസ് ചെയ്തു. എക്സ് എന്താ? കെ ടി ക്യൂബ്. അപ്പൊ കെ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ്. എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. പവർ ഇൻറ്റു പവർ ഒന്ന് കുറച്ചത്. അപ്പൊ 3 ഇൻറ്റു ടി റേസ് ടു 3 മൈനസ് 1. അപ്പൊ 3 ടി സ്ക്വയർ എന്ന് വരും. 3 ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, ക്ലിയർ? വെലോസിറ്റി നമുക്കത് പോരാ. നമുക്ക് എന്ത് വേണം? ആക്സലറേഷൻ വേണം. അപ്പൊ അതിലേക്ക് പോവാം. അപ്പൊ എന്താണ് ആക്സലറേഷൻ? എന്താ ആക്സലറേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ. That is A is equal to dv by dt ആണ്. A equal to dv by dt. Rate of change of velocity ആണ് acceleration.
അപ്പൊ നമുക്ക് ബി കിട്ടിയിട്ടില്ലല്ലോ, അവിടെ കൊണ്ട് കൊടുക്കാം. A is equal to d by dt of v എന്താ? v എന്ന് പറയുന്നത് 3k t square ആണ്. 3k t square ആണ്. ആദ്യം കോൺസ്റ്റന്റ് വെളി കൊണ്ടുവരാം. കോൺസ്റ്റന്റ് ആരാ? 3k വെളി വരും. അപ്പൊ A is equal to 3k into ബാക്കി d by dt of t square. എങ്ങനെയാ ചെയ്യാം? 3k ഉണ്ട്, പവർ ഇൻറ്റു പവർ ഒന്ന് കുറച്ചത് 2 മൈനസ് പവർ ഇൻറ്റു പവർ ഒന്ന് കുറച്ചത് 2 ആണ് പവർ, 2 ഇൻറ്റു പവർ ഒന്ന് കുറയ്ക്കുമ്പോൾ 2 മൈനസ്. അപ്പൊ എന്താ വരിക? 3 ഇൻറ്റു 2 6. അപ്പൊ A is equal to 6k t raised to 2 minus എന്താ? 1 അല്ലേ? അപ്പൊ എന്താ വരിക? 6k t എന്ന്. അപ്പൊ A is equal to 6k t എന്ന് വരും. ക്ലിയർ അല്ലേ? 3 ഇൻറ്റു 2 6k പിന്നെ t raised to 2 minus 1. 2 minus 1 t raised to 1 എന്ത് തന്നെയാണ്? t തന്നെയാണ്. അപ്പൊ നോക്കേ, A പ്രൊപ്പോർഷണൽ ടു ആ കോൺസ്റ്റന്റ് കളഞ്ഞേ, 6 കളയാ, k കളയാ, ബാക്കി ആര് മാത്രമേ ഉള്ളൂ? t മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ A പ്രൊപ്പോർഷണൽ ടു t എന്ന് കിട്ടും. A പ്രൊപ്പോർഷണൽ t എന്ന് കിട്ടും. അതായത് ആക്സിലേഷൻ ടൈമിനോട് പ്രൊപ്പോർഷൻ ആണ്. ആക്സിലേഷൻ ടൈമിനോട് പ്രൊപ്പോർഷൻ ആണ്. ടൈം കൂടുമ്പോൾ ആക്സിലേഷൻ കൂടും, ടൈം കുറയുമ്പോൾ ആക്സിലേഷൻ കുറയും. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാനി എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് ആക്സിലേഷൻ ഈസ് ഇൻക്രീസിംഗ് വിത്ത് ടൈം. ശരിയല്ലേ? അല്ലെ? നമുക്ക് എന്താ കിട്ടിയേ? A പ്രൊപ്പോർഷൻ ടു t എന്നാ കിട്ടി അല്ലെ? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ t കൂടുമ്പോൾ a കൂടും, t കുറയുമ്പോൾ a കുറയും. അപ്പൊ നമുക്ക് പറയാം as time increases acceleration increases എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ചെയ്തു പഠിക്കാം കേട്ടോ. ഇതുപോലത്തെ വേണമെങ്കിൽ ഇനി വരാം. ക്ലിയർ? അപ്പൊ എന്താ വേണം അറിയേണ്ട കാര്യം? എന്താണ് വെലോസിറ്റി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. അപ്പൊ dx by dt. എന്താണ് ആക്സിലറേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പൊ a equal to dv by dt. ഇത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയണം. ഒരു ഇക്വേഷൻ ആവശ്യമുണ്ടല്ലോ. d by dx ഓഫ് എക്സ്പ്രഷൻ എന്താ? n into എക്സ്പ്രഷൻ മൈനസ് 1. പവർ ഇൻറ്റു പവർ ഒന്ന് കുറച്ചത്. ഓക്കെ, അതാണ് നമ്മൾ യൂസ് ചെയ്തത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ ബിലോ. VT ഗ്രാഫ് അറിയാം, VT ഗ്രാഫ് ആണ്. വിച്ച് പോർഷൻ ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ? ഏത് ഈ ഗ്രാഫിന്റെ ഏത് പോർഷൻ ആണ് യൂണിഫോം റിട്ടാർഡേഷൻ കാണിക്കുന്നത്? അപ്പൊ റിട്ടാർഡേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? വെലോസിറ്റി കുറയണം. വെലോസിറ്റി കുറയുന്ന എവിടെ നോക്കാം? O മുതൽ A വരെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം. A മുതൽ B വരെ എന്താ ചെയ്യുന്നത്? വെലോസിറ്റി അവിടെ കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കൂടുന്നില്ല, കുറയുന്നില്ല, യൂണിഫോം മോഷൻ ആണ്. B മുതൽ C വരെയോ വെലോസിറ്റി കുറയാണ്. അപ്പൊ O മുതൽ A വരെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സ്ട്രൈറ്റ് ലൈൻ ആണ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. A മുതൽ B വരെ വെലോസിറ്റി കൂടുന്നില്ല, അപ്പൊ യൂണിഫോം മോഷൻ ആണ്, ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. B മുതൽ C വരെയോ വെലോസിറ്റി കുറയുന്നുണ്ട്. അപ്പോ B മുതൽ C വരെയാണ് വെലോസിറ്റി കുറയുന്നത്. അപ്പൊ BC ആണ് എന്ത്? യൂണിഫോം റിട്ടാർഡേഷൻ. യൂണിഫോം ആണ്, കാരണം എന്താ? സ്ട്രൈറ്റ് ലൈൻ ആണ്, സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. VT ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താ? ആക്സിലറേഷൻ. അപ്പൊ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കുറയാണ്, റിട്ടാർഡേഷൻ ആണ്. അപ്പൊ യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. അപ്പൊ OA എന്താ? യൂണിഫോം ആക്സിലറേഷൻ. AB എന്താ? യൂണിഫോം മോഷൻ. BC എന്താണ്? യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. ക്ലിയർ? അപ്പൊ എന്താണ് ആൻസർ? BC. BC ആണ് യൂണിഫോം റിട്ടാർഡേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Find the displacement in time 2 seconds to 7 seconds. Find the displacement in time 2 seconds to 7 seconds. 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണും. ഈസി ആയിട്ട് കാണാം. നോക്കാം നമുക്ക്. 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാം. എന്ത് ഗ്രാഫാ? VT ഗ്രാഫ്. VT ഗ്രാഫിന് എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും? ഏരിയ അണ്ടർ VT ഗ്രാഫ് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് എവിടെ മുതൽ എവിടെ വരെ ഡിസ്പ്ലേസ്മെന്റ് വേണ്ടേ? 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെ. അങ്ങനെയാണെങ്കിൽ 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ഏരിയ കണ്ടുപിടിച്ചാൽ മതി. 2 സെക്കൻഡ് മുതൽ 7ാമത്തെ സെക്കൻഡ് വരെ 7th സെക്കൻഡ് വരെയുള്ള ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കോളും. ക്ലിയർ? എങ്ങനെ കാണാൻ പറ്റും? അഗൈൻ ട്രപ്പീസിയം അല്ലേ, താഴത്തെ മുകളിലത്തെ സൈഡ് പാരലാണ്. ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു A പ്ലസ് B വെച്ച് പാരസൈഡ്സ് ലെങ്ത് വേണം, പിന്നെ ഹൈറ്റും വേണം. ക്ലിയർ? ഈ 6 ഇവിടെ ആയിരിക്കും കേട്ടോ. മിസ്റ്റേക്ക് ആയിരിക്കും. 6 ഇവിടെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാരസൈഡ്സ് വേണം, ഹൈറ്റും വേണം. അപ്പൊ VT ഗ്രാഫിൽ നമുക്ക് എങ്ങനെയാ ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക? ഏരിയ കണ്ടുപിടിച്ചാൽ മതി. 2ാമത്തെ സെക്കൻഡ് മുതൽ 7ാമത്തെ സെക്കൻഡ് വരെ ഡിസ്പ്ലേസ്മെന്റ് വേണ്ടത്. അപ്പൊ അത്രയും ഏരിയ കണ്ടുപിടിക്കാം. ഈ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, കുഴപ്പമില്ലോ? വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ്.
ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ VT ഗ്രാഫ് ആണ്. എന്താണ്? ട്രപ്പീസിയാണ് അല്ലെ? ട്രപ്പീസിയാണ്. ഹാഫ് ഇൻറ്റു A plus B into H ആണ് ഏരിയ ആണുള്ള ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ്. അപ്പൊ താഴത്തെ സൈഡ് 2 മുതൽ 10 വരെ. അപ്പൊ എത്ര ലെങ്ത്? 10 മൈനസ് 2. 10 എടുക്കരുത്, കാരണം നമുക്ക് ഇത്രയും വേണ്ട. നമുക്ക് 2 മുതൽ 10 വരെ മതി. അപ്പൊ എത്ര ലെങ്ത് വരുന്നത്? 10 മൈനസ് 2. 10 മൈനസ് 2. അപ്പൊ A കിട്ടി ഇൻറ്റു പ്ലസ് പ്ലസ് അല്ലെ? A പ്ലസ് B ആണ്. A പ്ലസ് B ആണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സൈഡ് കിട്ടി 10 മൈനസ് 2. മുകളിലത്തെ സൈഡ് പാരലൽ സൈഡ് ഏതാ? ഇതാണല്ലേ, A മുതൽ B വരെ. അപ്പോ A എത്രയാ? B എന്ന് പറയുന്നത് 7 വരെ ഉണ്ട്, A 2 വരെ ഉണ്ട്. അപ്പൊ എന്താ ലെങ്ത് വരിക? 7 മൈനസ് 2. നമുക്ക് AB ലെങ്ത് ആണ് വേണ്ടത് അല്ലെ? AB ലെങ്ത് ആണ് വേണ്ടത്. 7 മൈനസ് 2 എന്ന് പറയും. 7 മൈനസ് 2. 7 മൈനസ് 2. അപ്പൊ 7 മൈനസ് 2. അപ്പോ A പ്ലസ് B കിട്ടി ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഹൈറ്റ്. എത്ര ഹൈറ്റ്? 0 മുതൽ 6 വരെ അല്ലെ? 0 മുതൽ 6 വരെ എന്ന് പറയുമ്പോൾ 6 മൈനസ് 2. 6 മൈനസ് 2. അപ്പൊ ഹാഫ് ഇൻറ്റു A പ്ലസ് B H ആണ് ഏരിയ കാണാൻ. നമുക്ക് ഈ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. രണ്ട് സൈഡ് പാരലൽ ആണ്, ട്രപ്പീസി ആണ്. എങ്ങനെ ഏരിയ കാണാം? ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ എന്താ വരിക? ഹാഫ് ഇൻറ്റു A പ്ലസ് B. ഇത് എത്രയായിരുന്നു? 10 മൈനസ് 2 8 പ്ലസ് മുകളിലത്തെ 7 മൈനസ് 2 5 ഇൻറ്റു ഹൈറ്റ് 6 മൈനസ് 0 6 അല്ലെ? ശരിയല്ലേ? 2 6 കട്ട് ചെയ്യാം. 3 8 5 13 13 into 3 39 ആൻസർ. ഓക്കെ, എന്താ കിട്ടുക? ഡിസ്പ്ലേസ്മെന്റ് എന്ത് കിട്ടി? 39 മീറ്റർ കിട്ടി. ക്ലിയർ അല്ലേ? ഇത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഈ റെക്ടാങ്കിൾ എടുക്കാം, ഈ റെക്ടാങ്കിൾ എടുക്കാം, അതിന്റെ കൂടെ എന്ത് ചെയ്യാം? അതിന്റെ കൂടെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആഡ് ചെയ്യും. ആ ട്രയാങ്കിളിന്റെ ഏരിയ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ എങ്ങനെ കിട്ടാം? റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 5 into 6 30. 5 into 6 30 എന്ന് കിട്ടും. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു 3 into 3 9 എന്ന് കിട്ടും. അപ്പൊ 30 plus 9 അപ്പോൾ എന്ത് കിട്ടും? 39 ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ചോയ്സാണ്. ക്ലിയർ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചത്. VT ഗ്രാഫ് ആണ്. ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഫുൾ ഏരിയ കാണരുത്. 2 സെക്കൻഡ് മുതൽ 7 സെക്കൻഡ് വരെയുള്ളത് മാത്രം മതി. അപ്പൊ അതിന്റെ അടിയിലുള്ള ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടിക്കോളും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കോളും. ഓക്കെ, സി പാർട്ട് ക്ലിയർ. എന്താണ് സി പാർട്ട്? A stone is dropped from a height h. Arrive at an expression for the time taken to reach the ground. ഒരു ഹൈറ്റിൽ നിന്ന് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യാം. ആ വീടിനോട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യാം. From a height h. From a height h. Arrive at an expression for the time taken to reach the ground. ഗ്രൗണ്ടിലേക്ക് എത്താനുള്ള ടൈമിന്റെ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. ഓക്കെ, ടൈമിന്റെ എക്സ്പ്രഷൻ ആണ് വേണ്ടത്. ഈസിയാണ് നോക്കുക. അപ്പോ ഒരു ഹൈറ്റ് h, ഇതാണ് ഗ്രൗണ്ട്. അപ്പോ h ഹൈറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുന്നത്. ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യണം. സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ഡ്രോപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ ജസ്റ്റ് വിടുന്നേ ഉള്ളൂ, റിലീസ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ഡ്രോപ്പ് ചെയ്യുന്ന മൊമെന്റിൽ എത്ര വെലോസിറ്റി? 0 ആണ് വെലോസിറ്റി. ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് റിലീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോ എത്രയാണ് ഇനീഷ്യൽ വെലോസിറ്റി? 0. എറിയല്ല ചെയ്യുന്നത്, ജസ്റ്റ് വിടുന്ന മാത്രമേ ഉള്ളൂ. അപ്പോ ആ ബോൾ ഡ്രോപ്പ് ചെയ്യുന്ന മൊമെന്റിൽ എത്ര വെലോസിറ്റി? 0. അതായത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി u എത്രയാണ്? 0 ആണ്. താഴത്തേക്ക് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? എർത്തിന് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ താഴത്തേക്ക് ആക്സിലേഷൻ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ താഴത്തേക്ക് എന്തുണ്ട്? ആക്സിലേഷൻ ഉണ്ട്. അതെന്താണ്? g ആണ് അല്ലെ? താഴത്തേക്ക് വരുന്ന സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. താഴത്തേക്ക് എന്താ ചെയ്യാം? സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തിരിക്കും. അപ്പൊ ഈ സ്റ്റോൺ ഇവിടെ നിന്ന് ഇവിടം വരെ എത്തുമ്പോ എത്ര ദൂരം ട്രാവൽ ചെയ്തു? h ഹൈറ്റ് ട്രാവൽ ചെയ്തു അല്ലെ? h ഹൈറ്റിലാണ് ഡ്രോപ്പ് ചെയ്യണം. ഞാൻ ഇവിടുന്ന് ഒരു സ്റ്റോൺ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോൺ എന്ത് ചെയ്യും? ഇവിടുന്ന് താഴെയുള്ള ഹൈറ്റ് റിലീസ് ട്രാവൽ ചെയ്യും. അപ്പൊ എത്ര ഡിസ്റ്റൻസ്? h ആ ഡിസ്റ്റൻസ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെന്റ് അറിയാം. ഡിസ്പ്ലേസ്മെന്റ് അറിയാം. എത്രയാണ്? h ആണ് അല്ലെ? h ആണ്. ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തു. ഇവിടുന്ന് ഇവിടം വരെ എത്ര ദൂരം ട്രാവൽ ചെയ്തു? h ഹൈറ്റ് ട്രാവൽ ചെയ്തു. റൈറ്റ്? a അറിയാം, അത് g ആണ്. u എത്രയാണ്? 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് s എത്രയാണ്? h ആണ്. ആക്സിലേഷൻ g ആണ് ആക്ട് ചെയ്യുന്നത്, താഴത്തേക്കാണ്.
എത്രയാണ് യു എന്ന് പറയുന്നത്? ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല, 0 ആണ്. നമുക്ക് എന്താ വേണ്ടേ? ടൈമിന്റെ റിലേഷൻ ആണ് വേണ്ടത് അല്ലെ? ടൈമിന്റെ റിലേഷൻ ആണ് വേണ്ടത്. ക്ലിയർ? അപ്പൊ എസും ടി ഒക്കെ ഉള്ള ഇക്വേഷൻ ഏത് ഇക്വേഷനാണ്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു എത്രയാ? 0. ആ ടേബിൾ എത്ര? ഇനീഷ്യൽ വെലോസിറ്റി 0. എന്താ റീസൺ? ഡ്രോപ്പ് ചെയ്യുക. അപ്പൊ എന്താ പറയാ? എസ് ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം, ഇവിടുന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്തു. എച്ച് ആണ് ഡിസ്പ്ലേസ്മെന്റ്. എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എത്ര? ആക്സിലേഷൻ ജി ആണ് ആക്സിലേഷൻ, ടി സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരും? ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ പോകുമ്പോൾ 2h/g എന്ന് അല്ലെ? ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എച്ച്, ജി താഴെ വരും, 2h/g എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ടി എന്താ കിട്ടുക? ടി ഈസ് ഈക്വൽ ടു റൂട്ട് 2h/g. 2h/g. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? റൂട്ട് 2h/g കഴിഞ്ഞല്ലോ. അപ്പൊ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0. ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ മൊമെന്റിലെ വെലോസിറ്റി 0 ആണ്, തെറ്റിക്കരുത്. അപ്പൊ യു 0 ആണ്. വീഴുന്ന സമയത്ത് ആക്സലേഷൻ ഉണ്ട്, എർത്തിന്റെ അട്രാക്ഷൻ ഉണ്ട്, ജി ഉണ്ട്, താഴത്തേക്കുണ്ട് ജി. ടൈമിന്റെ ഇതാണ് വേണ്ടേ. ഇവിടുന്ന് ഇവിടം വരെ എത്തി. അപ്പൊ ദൂരം ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ്. അപ്പൊ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഫസ്റ്റ് ടൈം ക്യാൻസൽ ആയി പോയി. പിന്നെ ഹാഫ് എ ടി സ്ക്വയർ ഉണ്ട്, ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയർ. എച്ച് കൊടുത്തു, സൈഡ് മാറ്റുമ്പോൾ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2h/g, ടി ഈസ് ഈക്വൽ ടു റൂട്ട് 2h/g. ഓക്കെ.